ഹലോ നമസ്കാരം. നമ്മുടെ മഴതോര് മുംബൈയുടെ ഒരു കിഡിലൻ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ മഴതോര് മുംബൈയിൽ ഒരു മഹാദുരന്തം തന്നെ സംഭവിക്കുകയാണ്. നമ്മുടെ വൈജിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അതിന് എങ്ങനെയാണ് കാരണമെന്നും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നും ഒക്കെയുള്ള ഭാഗമാണ് ഞാൻ ഇന്നത്തെ ഈ സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ വൈജയന്തി ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. ബാലചന്ദ്രൻ തടയുന്നൊന്നുമില്ല, പക്ഷേ പോവാനൊട്ട് പറയുന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്താണ് പുറകിൽ സംഭവിക്കുന്നത് എന്നും പിന്നെ വൈജയന്തിക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നതും അതിനുശേഷം വൈജയന്തിയുടെ ലൈഫ് എന്താണ് വരാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളൊരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ നേരെ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. അങ്ങനെ കൊല്ലപ്പള്ളി വീട്ടിലെത്തുന്ന വൈജയന്തിയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാണ് നമ്മുടെ ശിവേട്ടൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് വിശ്വസിക്കാനാവാതെ ഇരിക്കുകയാണ് വൈജ. ശിവേട്ടൻ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ഇത്രയും നാളും നമ്മളെയൊക്കെ പറ്റിക്കുകയായിരുന്നു വൈജി എന്ന് പറയുമ്പോൾ ശിവേട്ട ഒന്ന് പറ, കാര്യം തെളിച്ച് പറ എന്ന് പറയാണ്. ബാലചന്ദ്രനാണ് അലീനയുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ ശിവേട്ടൻ എന്താ ഇങ്ങനെ തമാശ പറയാണോ? ബാലചന്ദ്രൻ എങ്ങനെ അലീനയുടെ അച്ഛനാകും? അതിപ്പോൾ അച്ഛൻ പട്ടം കൊടുത്തേക്കുന്നതല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല സംഭവം. യഥാർത്ഥത്തിൽ ഇവിടെ ബ്രിജിത്താമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്ന കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? ഇവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ബ്രിജിത്താമ്മ ഇവിടെ വരാൻ കാരണം ബാലചന്ദ്രനാണ് എന്ന് പറയാട്ടോ. എന്താ ശിവട്ട ഈ പറയുന്നത്? ബാലചന്ദ്രൻ എങ്ങനെ ബ്രിജിത്താമ്മയെ അറിയും? അതാണ് ഇതിൻ്റെ പിന്നിലുള്ള കഥ. ബാലചന്ദ്രൻ ഗൾഫിലായിരുന്ന സമയത്ത് അവിടെ വെച്ച് മെറീന ബെർണാഡ് എന്ന് പറഞ്ഞൊരു സ്ത്രീയെ പരിചയപ്പെടുകയും അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു. പിന്നീട് അവർ തമ്മിൽ പിരിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ബാലചന്ദ്രൻ അറിയുന്നത് ആ മെറീന ബെർണാഡ് എന്ന് പറഞ്ഞ സ്ത്രീ തന്നിലൂടെ ഗർഭിണിയായിരുന്നു എന്നും ആ കുഞ്ഞിനെ പ്രസവിച്ച് ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ച് അവർ മരിച്ചുപോയി എന്നുള്ള കാര്യം. അങ്ങനെ ബ്രിജിത്താമ്മയാണ് ആ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രനെ വിളിച്ചറിയിക്കുന്നതും ബാലചന്ദ്രൻ അവിടെ പോയിട്ട് ബ്രിജിത്താമ്മയോട് സംസാരിച്ച് അവർ തമ്മിലൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് ബ്രിജിത്താമ്മ ഇവിടെ വന്ന് അച്ഛനെ കാണുന്നതും അച്ഛനോട് കുടുംബം തകർന്നു പോകും, അതുകൊണ്ട് അവളെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അലീനയെ അച്ഛൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് എന്ന് പറയാണ് ശിവേട്ടൻ. അതൊക്കെ കേട്ടിട്ട് ആകെ സങ്കടമാണോ ദേഷ്യമാണോ എന്താണ് വരുന്നത് എന്നറിയാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ് വൈജയന്തി കേട്ടോ. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അവളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് അടിച്ചിറക്കല്ലേ വേണ്ടത്? ഈ ബാലചന്ദ്രൻ ഒരു നാണമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി ആകെ ഷോക്കായിട്ട് ആ കേട്ട ഷോക്കിൽ നിന്ന് ഇങ്ങനെ മുക്തയായിട്ടില്ല കേട്ടോ. വൈജയന്തി പറയുന്നുണ്ട്, ശിവേട്ട ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ വെറുതെ പറഞ്ഞതായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ല, അയാൾ കാര്യകാരണ സഹിതം ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമാണ്, അതിൽ സംശയിക്കേണ്ട യാതൊന്നുമില്ല. അയാൾക്ക് പറയേണ്ടി വന്നതാണ്, അലീനെ എന്താണെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് പുറത്താക്കും, പോലീസ് കേസാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ അയാൾക്ക് സത്യം തുറന്ന് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് സുനന്ദയുടെ വീട് തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തത്, ഇങ്ങോട്ടേക്കൊന്നും വരാതെ. അപ്പോൾ അയാൾ പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന് പറയുമ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്യും ശിവേട്ട? എൻ്റെ ജീവിതം ഇതോട് കൂടിയിട്ട് തീർന്നു പോയില്ലേ, എൻ്റെ മക്കളുടെയും ലൈഫ് പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ഇങ്ങനെ പൊട്ടിക്കറിയാട്ടോ. ആ സമയത്ത് കമല പറയുന്നുണ്ട്, എന്നാലും അയാൾ ഇത്രയും ഒരു വൃത്തികെട്ടവനാണെന്ന് ഒരിക്കലും കരുതിയില്ല. വിവാഹത്തിന് മുൻപ് മറ്റൊരു സ്ത്രീയുമായിട്ട് പ്രണയത്തിലാവുകയും അതും തന്നേക്കാൾ പ്രായം കൂടിയൊരു സ്ത്രീ, നോക്കണേ. അപ്പോൾ അയാളുടെ സൂക്കേട് ചില്ലറയൊന്നും അല്ലല്ലോ. എന്നിട്ട് ആ പെണ്ണിനെ ഗർഭിണിയാക്കുകയും പിന്നീട് കടന്നു കളഞ്ഞു. അതിനുശേഷം ആ കുഞ്ഞിനെ തേടി പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. വൃത്തികെട്ടവൻ. ഇങ്ങനെ ഒരു വഷളനെയാണല്ലോ വൈജയ്ക്ക് കിട്ടിയത്. എന്തിനാണ് നിങ്ങളെല്ലാവരും കൂടിയിട്ട് വൈജയെ ആ ബാലചന്ദ്രൻ്റെ തലയിൽ കെട്ടിവെച്ച് കൊടുത്തത്? മഹാവൃത്തികെട്ടവനല്ലേ, വിവാഹത്തിന് മുൻപ് അഴിഞ്ഞാടി നടന്നേക്കുന്നു. വൈജയ്ക്കാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതെങ്കിൽ അയാൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് ചോദിക്കുകയാണ് കമല. അത് കേട്ടതും ശിവേട്ടനും വൈജി ആകെ ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ. അവർ മുഖത്തോട് മുഖം നോക്കുമ്പോൾ ശിവേട്ടൻ ദേഷ്യത്തോട് കൂടിയിട്ട് കമലയോട് പറയണം, നീ ഒന്നും മിണ്ടാതിരിക്കുക കമല, നീ എന്തൊക്കെയാണ് പറയുന്നത്? പറഞ്ഞ് നീ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ, അല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞതല്ലേ, ഇപ്പോൾ തന്നെ നോക്ക്, അയാൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അയാളുടെ മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, എന്നിട്ട് പറയുന്നു മകളാണ് എല്ലാവരും അംഗീകരിക്കണമെന്ന്. നേരെ മറിച്ച് വൈജയ്ക്കാണ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഒരു മകളെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാളത് അംഗീകരിക്കുമോ? അപ്പം തന്നെ അയാൾ അവിടെ നിന്ന് ഇറക്കി വിടത്തല്ലേ ഉള്ളൂ. വൈജയും ഇറക്കി വിടും, അവളെ ഇറക്കി വിടും, അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ. ഇതിപ്പോൾ അയാളുടെ വീടായതുകൊണ്ട് അയാൾക്ക് തോന്നിയതുപോലെ ചെയ്യാമെന്നാണോ പറയുന്നത് എന്നൊക്കെ കമല ഇങ്ങനെ വീണ്ടും വീണ്ടും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കേൾക്കുന്തോറും ശിവേട്ടൻ്റെയും വൈജയുടെയും മനസ്സൊക്കെ ഇങ്ങനെ ആകെ വെപ്രാളപ്പെടുകയാണ്. അപ്പോൾ
വൈജയുടെ ആ ഒരു ഇങ്ങനെ വെപ്രാളൊക്കെ കണ്ടിട്ട് ശിവേട്ടൻ പറയുന്നുണ്ട്, കമലേ നീ ഒന്ന് മിണ്ടാതിരിക്കുക, അതെന്തെങ്കിലും ആവട്ടെ, അയാളിപ്പോൾ അയാളുടെ മകളാണെന്ന് പറഞ്ഞില്ലേ, ഇനി അടുത്തത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്ന് പറയാട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, വൈജ ഒന്നുകിൽ അലീനയെ അവിടെ നിന്ന് അടിച്ചിറക്കുക തന്നെ വേണം, അല്ലാന്നുണ്ടെങ്കിൽ ബാലചന്ദ്രനുമായിട്ടുള്ള ബന്ധം പിരിയണം, അതല്ലാതെ വേറൊരു വഴിയുമില്ല ഇതിൽ എന്ന് പറയുമ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, ബന്ധം പിരിയുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, പിന്നീട് ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയട്ടോ. എന്നാൽ പിന്നെ അവളെ അടിച്ചിറക്കണം, അതിന് ബാലചന്ദ്രൻ സമ്മതിക്കണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, എന്നാൽ പിന്നെ ആ ബന്ധം പിരിയണം, എന്തിനാണ് ഇങ്ങനെ ഒരു വഷളൻ്റെ കൂടെ താമസിക്കുന്നത്? വിവാഹത്തിന് മുൻപ് അഴിഞ്ഞാടി നടന്ന ഒരു പുരുഷൻ്റെ കൂടെ താമസിക്കേണ്ട ഗതികേടുണ്ടോ വൈജയ്ക്ക് എന്ന് പറയാണ്. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും നമുക്ക് അമ്മയോട് കൂടിയിട്ട് ഒരു കാര്യം സംസാരിക്കാം, അമ്മയോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അമ്മയോട് കൂടിയിട്ട് ഒരു അഭിപ്രായം ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് വൈജയും കൂട്ടിയിട്ട് മുത്തശ്ശിയെ കാണാനായിട്ട് പോകട്ടോ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും, വൈജയുടെ ജീവിതം ആകെ തകർന്നു പോയില്ലേ എന്നൊക്കെയുള്ളൊരു വിഷമത്തിലാട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇനി ചെയ്യുക, ആ ചതിയൻ്റെ കൂടെ ഇനിയും ജീവിക്കണോ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി ആകെ ആശയക്കുഴപ്പത്തിലാവാട്ടോ. എനിക്കറിയത്തില്ല അമ്മേ, എല്ലാവരും കൂടെ അവളെ തലയിൽ കയറ്റി വെച്ചേക്കായിരുന്നില്ലേ, അമ്മയും അവളെ തലയിൽ കയറ്റി വെച്ചേക്കായിരുന്നില്ലേ, എൻ്റെ ജീവിതം തകർക്കാനായിട്ടല്ലേ അവൾ വീട്ടിലോട്ട് കയറി വന്നത്, ഇപ്പോൾ എന്തായി, അതുപോലെ തന്നെ സംഭവിച്ചില്ലേ എന്ന് വൈജി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ, എനിക്കറിയത്തില്ലല്ലോ മോളെ, എന്നെ നന്നായി നോക്കുന്നു, എന്നെ പരിചരിക്കുന്നു, നിങ്ങളെല്ലാവരും നോക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് അവൾ എന്നെ നോക്കിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹം എന്താണെങ്കിലും എനിക്ക് കാണിക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷേ എനിക്കറിയാമോ അവൾ ബാലചന്ദ്രൻ്റെ മകളാണെന്ന്, ബാലചന്ദ്രനും അവളും കൂടി ഒത്തു കളിക്കാനെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയോ? ആരെങ്കിലും അങ്ങനെ വിശ്വസിച്ചോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി ആകെ വിഷമിക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്ന് വൈജ പറയുമ്പോൾ, നീ എന്ത് ചെയ്യാനാണുള്ള പുറപ്പാടാന്ന് ചോദിക്കും, അതൊക്കെ ഉണ്ട്, നീ ഒറ്റയ്ക്ക് പോണ്ട, നീ എന്നെയും കൂടെ ഒന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അമ്മയെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്, ഞാൻ തന്നെ അവിടെ നിൽക്കൂലെന്നൊന്നും എനിക്കറിയത്തില്ല, എന്താണ് എൻ്റെ നിലപാട്, എൻ്റെ ഒരു സ്റ്റെബിലിറ്റി പോലും ഇല്ല അവിടെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ എന്താണെങ്കിലും അവിടെ പോയി സംസാരിക്കട്ടെ, അതിനുശേഷം ഞാൻ ഡിവോഴ്സ്, ഇനി ഒരിക്കലും ബാലചന്ദ്രനും അവളും ഉള്ള ഒരു വീട്ടിൽ ഞാൻ താമസിക്കാൻ തയ്യാറാവില്ല, ഒന്നുകിൽ ബാലചന്ദ്രന് എന്നെ മക്കളെ വേണമെങ്കിൽ അവളെ ഒഴിവാക്കണം, അതല്ല അവളെ വേണമെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് പോരുക തന്നെ ചെയ്യും എന്ന് പറയാണ്. എന്താണെങ്കിലും ആലോചിച്ച് തീരുമാനിച്ചാൽ മതി എന്ന് ശിവേട്ടൻ പറയുമ്പോൾ, ഇതിൽ ഇനി ഒന്നും ആലോചിക്കാനില്ല ശിവേട്ട, ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് വൈജ പോവുക കേട്ടോ. നീ ഇപ്പം തന്നെ പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക, മൈൻഡൊന്ന് റിലാക്സ് ആയിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട് ശിവേട്ടൻ. എങ്ങനെ റിലാക്സ് ആവാനാണോ ശിവേട്ട, ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എൻ്റെ മൈൻഡ് എങ്ങനെ റിലാക്സ് ആവും? എൻ്റെ മൈൻഡ് റിലാക്സ് ആവണമെങ്കിൽ ഒന്നുകിൽ അവൾ അവിടെ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറയാണ് വൈജ. അതിനുശേഷം വൈജ നേരെ കാറിലേക്ക് പോയി കയറുന്നുണ്ട് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേഗം പോയി കാറിലേക്ക് കയറുകയാണ്. കാർ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോരുന്നുണ്ട്. അങ്ങനെ പോരുന്ന സമയത്തൊക്കെ വണ്ടിയിൽ ഇരുന്നിട്ട് വൈജ ഇത് തന്നെയായിട്ട് ആലോചിക്കുന്നത്, ശിവേട്ടൻ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ അലീനയെ ആദ്യമായിട്ട് കണ്ടതും പിന്നീട് വീട്ടിലുണ്ടാകുന്ന ഓരോ സന്ദർഭങ്ങളിലും ബാലചന്ദ്രൻ അലീനയെ സപ്പോർട്ട് ചെയ്തതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വൈജി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പെട്ടെന്ന് വണ്ടി ഒരു സൈഡ് ഒതുക്കിയിട്ട് വൈജയന്തി പൊട്ടിക്കരഞ്ഞു പോകുക കേട്ടോ. തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ, ബാലചന്ദ്രൻ തന്നെ ചതിച്ചല്ലോ എന്നൊക്കെ ഉള്ളൊരു ഓർമ്മ. പക്ഷേ വൈജയന്തിയുടെ കാര്യം ഓർക്കുന്നില്ല കേട്ടോ. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വൈജയന്തിക്ക് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് വൈജയന്തി ഓർക്കുന്നുമില്ല. അതിൽ തനിക്ക് തെറ്റ് വന്നതിലുള്ള ഒരു കുറ്റബോധമോ, ബാലചന്ദ്രനെ ഇത്രയും വർഷങ്ങളായിട്ട് ചതിക്കുകയാണ് വഞ്ചിക്കുകയാണ് എന്നുള്ളൊരു കുറ്റബോധമോ ഒന്നുമില്ല കേട്ടോ. ബാലചന്ദ്രൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് കേട്ടപ്പോൾ തന്നെ വാളെടുത്തുകൊണ്ട് ചെല്ലുകയാണ് വൈജയന്തി ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ വൈജയന്തി നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ, രാത്രിയായിട്ടുണ്ട്, കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ അലീനയാണ് വാതിൽ തുറക്കുന്നത് കേട്ടോ. അപ്പോൾ അലീന വാതിൽ തുറക്കുന്ന സമയത്ത് തന്നെ വൈജയന്തിയെ കണ്ടപ്പോൾ മുഖഭാവമൊക്കെ ഇങ്ങോട്ട് കനത്തിരിക്കുകയാണ്. അലീന പെട്ടെന്ന് അവിടെ നിന്ന് മാറുന്നുണ്ട്. അപ്പോൾ വൈജ അകത്തേക്ക് കയറുന്ന സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, മാഡത്തിന് എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, വല്ല വിഷം ഇരിപ്പുണ്ടോ എനിക്ക് എടുത്ത് തരാനായിട്ട്, ഉണ്ടെങ്കിൽ വിളമ്പി വെക്കും, ഞാൻ കഴിക്കാം അത് എന്ന് പറയാട്ടോ. വളരെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ വൈജയന്തി ആണെങ്കിൽ പിന്നീട് അവിടെ സംസാരിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അലീന പിന്നീട് തൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഉടനെ തന്നെ വൈജയന്തി അലീനയുടെ റൂമിലേക്ക് വരികയാണ്. വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ആരാണ് ശരിക്കും? നീ ബാലചന്ദ്രൻ്റെ മകളാണോ? നിനക്ക് അച്ഛനില്ല, അമ്മയില്ല, അനാഥയാണ്, ആരുമില്ല എന്ന് പറഞ്ഞ് വന്നിട്ട് നീ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യത്തോട് കൂടിയിട്ട് സംസാരിക്കാം കേട്ടോ.
അപ്പോൾ വൈജയന്തി ആണെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. അലീന പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയത്തില്ല, അച്ഛൻ പറയുന്നു, ഞാൻ കേൾക്കുന്നു, അത്രയേ ഉള്ളൂ. ഒന്നും അറിയാത്തൊരു പാവം ഇള്ളക്കുഞ്ഞ് വന്നേക്കുന്നു, എല്ലാം അറിഞ്ഞു വെച്ചിട്ട് നാടകം കളിച്ച് ഇവിടെ വന്ന് കയറിയതും പോരാ, എന്നിട്ടിപ്പോൾ വലിയ വീണ്ടും അഭിനയിക്കുന്നു. നീയൊക്കെ കൊള്ളാടി, എൻ്റെ ജീവിതം തകർക്കാനായിട്ട് വന്ന പിശാച്, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളി വന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്നെ അച്ഛൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാന്ന് പറയാട്ടോ. അച്ഛൻ, അവളുടെ ഒരു അച്ഛൻ വന്നേക്കുന്നു, എനിക്ക് 3 മക്കളാടിയുള്ളത്, ആ മക്കളുടെ അച്ഛനാണ്, അല്ലാതെ നിൻ്റെ അച്ഛനല്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് സംസാരിക്കണം. അപ്പോൾ അലീന ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുക കേട്ടോ. ഞാൻ ശരിയാക്കി തരാം, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, ആരെങ്കിലും ഒരാൾ മതി ഈ വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് വൈജയന്തി നേരെ പുറത്തേക്ക് വാതിൽ തള്ളി വലിച്ച് തുറന്ന് അടച്ച് അങ്ങനെ പോവാട്ടോ. അങ്ങനെ വൈജയന്തി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് വൈജയന്തി നേരെ റൂമിൽ പോയിട്ട് ഇരിക്കുന്നതാണ്. റൂമിൽ പോയി ഇരുന്നതിന് ശേഷം അപ്പം മക്കളെ ഒന്നും ആ സമയത്ത് വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ റൂമിൽ പോയിട്ട് പെട്ടെന്ന് ആകെ എന്ത് ചെയ്യും എന്നുള്ള ആകെ ഒരു വിഷമാവസ്ഥയിലാട്ടോ വൈജയന്തി ഇരിക്കുന്നത്. അപ്പോൾ പിന്നീട് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരുന്നതാണ് പിന്നെ കാണിക്കുന്നത് കേട്ടോ. നൈറ്റൊക്കെ ഇട്ടിട്ട് വന്ന് വരുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രനോട് സംസാരിക്കണം, എങ്ങനെ മുകളിലേക്ക് കയറി ചെല്ലും, എങ്ങനെ സംസാരിക്കും, അപ്പോൾ ഇതിന് എങ്ങനെയെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണമല്ലോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ആലോചിച്ച് ആ ഹോളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണ് അലീന മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്, ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. അപ്പോൾ അവൾ കിച്ചണിലേക്ക് പോയ സമയത്ത് തന്നെ വൈജയന്തി മുകളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. കയറി ചെല്ലുമ്പോൾ ബാലചന്ദ്രൻ അവിടെ ഇങ്ങനെ കിടക്കാനൊക്കെയുള്ള സെറ്റപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ വൈജയന്തി ഡോറിൽ മുട്ടുമ്പോൾ ആ കയറിപ്പോര് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോറ് തുറന്നിട്ട് വൈജയന്തി പുറത്തേക്ക് തന്നെ നിൽക്കുക കേട്ടോ. പുറത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വൈജയന്തി അകത്തേക്ക് കയറിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്നോട് എന്തിനാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്ന് ചോദിക്കുക കേട്ടോ. എന്ത് ചതി? ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, ശിവേട്ടൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു, എന്നാലും ബാലചന്ദ്രൻ ഇത്രയും ഒരു വൃത്തികെട്ടവനായിരുന്നോ, എന്നെയും മക്കളെ ഇത്രയും നാളും പറ്റിക്കായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഇനി നിനക്ക് അങ്ങനെ എന്തെങ്കിലും എന്നോട് തുറന്ന് പറയാനുണ്ടെങ്കിൽ ഒരു പൊട്ടനായി നിന്ന് ഞാൻ കേട്ടോളാം, നീ തുറന്നു പറഞ്ഞു എന്ന് പറയാട്ടോ. അതെന്താ ബാലചന്ദ്രൻ? അപ്പോൾ ആ സംസാരം കേട്ടപ്പോൾ വൈജയന്തി ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്താണ് ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നോർത്തിട്ടോ. അപ്പോൾ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ഒരു വെപ്രാളം മാറ്റി വെച്ചിട്ടാണ് ചോദിക്കുന്നത്, അതെന്താ ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റ് ഞാൻ ഏറ്റു പറഞ്ഞു, തുറന്നു പറഞ്ഞു, ഇനി നിൻ്റെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം നിനക്ക് തുറന്ന് പറയാം എന്ന് പറയുമ്പോൾ വൈജയന്തി ദേഷ്യപ്പെടുക കേട്ടോ. എന്താ ബാലചന്ദ്രൻ കളിയാക്കുകയാണോ, മഹാവൃത്തികേട് ചെയ്തു വെച്ചിട്ട് എന്നെ പരിഹസിക്കുകയാണോ ചെയ്യുന്നത്? അപ്പോൾ വൈജയുടെ വിചാരം അവളെ ചെയ്ത തെറ്റ് ഒരിക്കലും ബാലചന്ദ്രൻ അറിയത്തില്ല എന്നാണ്. അപ്പോൾ വൈജ ഭയങ്കര കലി തുള്ളി നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് പറയാൻ മനസ്സുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എനിക്ക് വേറൊന്നും സംസാരിക്കാനില്ല എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അലീന, അല്ലെങ്കിൽ 2 പേരും കൂടി ഈ ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ് വൈജയന്തി. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്, എനിക്ക് അലീനയെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, അവൾ ഇത്രയും നാളും അനാഥയായിട്ട് വളർന്നു, ഇനി ഒരിക്കലും അവൾ അനാഥയായിട്ട് വളരാൻ ഞാൻ അനുവദിക്കത്തില്ല, എൻ്റെ മകളാണ് അവൾ, എൻ്റെ മകൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ, ആഹാ അങ്ങനെയായോ, എന്നാൽ ഞാൻ ശരിയാക്കി തരാം, ഒരിക്കലും എനിക്ക് ഇവിടെ ജീവിക്കണമെന്ന് ഇനി ഒരിക്കലും ആഗ്രഹമില്ല, ഞാൻ ഒരുപാട് താഴ്ന്നു തരാൻ നോക്കിയപ്പോൾ എൻ്റെ തലയിൽ കയറുകയാണോ എല്ലാവരും കൂടി എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി അങ്ങനെ ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിനി ഇവിടെ ഒരു നിമിഷവും നിൽക്കത്തില്ല, ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ, ഞാൻ ഒരിക്കലും നിന്നോട് പോകണമെന്ന് പറയത്തില്ല, പക്ഷേ നീ ഇവിടെ നിൽക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് നീ തന്നെയാണ്, അത് നിൻ്റെ ഇഷ്ടത്തിന് വിട്ടു തന്നേക്കുന്നു, നിനക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് നിനക്ക് ചെയ്യാം, ഞാനായിട്ട് നിന്നെ പറഞ്ഞയക്കുകയോ പോവാൻ പറയുകയോ ഒന്നും ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ വൈജയന്തി വീണ്ടും ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കട്ടെ. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് ഇവിടെ എൻ്റെ ഭാര്യയായിട്ട് തുടർന്നും ജീവിക്കാം, ഞാൻ ഒരിക്കലും നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കത്തില്ല, ഞാൻ നിന്നോട് പോകാനും പറയത്തില്ല എന്ന് പറയുമ്പോൾ, ബാലചന്ദ്രൻ്റെ ഭാര്യയായിട്ടല്ല, എൻ്റെ ഭർത്താവായിട്ട് ബാലചന്ദ്രൻ വേണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും, ഇനി എന്താ വേണ്ടതെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് വൈജയന്തി പുറത്തേക്ക് ഇറങ്ങട്ടോ. ആ സമയത്താണ് അലീന അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ അലീനയെ കണ്ടതും ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട്, നീയൊക്കെ കൂടി എൻ്റെ കുടുംബം തകർത്തില്ലേടി എന്ന് പറഞ്ഞിട്ട് അവളോട് വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ താഴേക്ക് പെട്ടെന്ന് ഇറങ്ങി പോവാട്ടോ വൈജ ചെയ്യുന്നത്. അലീനയാണെങ്കിൽ ബാലചന്ദ്രൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്, പാവം അച്ഛാ എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താ
അങ്ങനെയൊക്കെയെന്ന്. അല്ല പാവമല്ലേ അമ്മ എന്ന് പാവമല്ലേ ഇങ്ങനെ എല്ലാവരും കൂടെ ഇട്ട് അതിനെ വട്ട് കളിപ്പിക്കല്ലേ എന്നൊക്കെ പറയട്ടോ. ഓ നിനക്ക് പാവം തോന്നുന്നുണ്ടല്ലേ, ഓ നിൻ്റെ അമ്മയാണല്ലോ അല്ലേ, ഞാനല്ലേ പുറത്തുള്ളത്, ഞാനല്ലേ നിൻ്റെ ആരും അല്ലാത്തത്, അപ്പോൾ അമ്മയോട് നിനക്ക് സ്നേഹമുണ്ട്, അമ്മയോട് നിനക്ക് പാവമൊക്കെ തോന്നുന്നുണ്ട്, ഞാൻ എങ്ങനെയായി കഴിഞ്ഞാലും നിനക്ക് കുഴപ്പമില്ല അല്ലേ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളും ചതിക്കപ്പെട്ടവനാണ് ഞാൻ, വഞ്ചിക്കപ്പെട്ടവനാണ്, അതൊന്നും നിനക്ക് വിഷയമല്ല അല്ലേ, നിനക്ക് നിൻ്റെ അമ്മയുടെ വിഷമാണല്ലേ ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ അയ്യോ അച്ഛാ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, എല്ലാവരും കൂടെ അതിനിട്ട് വട്ട് കളിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു സങ്കടം വന്നു, അത്രയേ ഉള്ളൂ, എനിക്ക് അച്ഛൻ കഴിഞ്ഞ് മറ്റാരും ഉള്ളൂ എന്ന് പറയാട്ടോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയണം. അപ്പോൾ അന്നേരം പിന്നെ അലീന പെട്ടെന്ന് താഴേക്ക് വരുമ്പോൾ കാണുന്നത് വൈജയന്തി പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോവാനായിട്ട് റെഡി ആവുന്നതാട്ടോ. അപ്പോൾ മാഡം മാഡം ഇത് എങ്ങോട്ടാന്ന് അലീന ചോദിക്കുമ്പോൾ നീ ഇവിടെ ജീവിക്കടി, നീ ഇവിടെ റാണിയായിട്ട് ജീവിക്കുക, എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് നീ ഇവിടെ റാണിയായിട്ട് ജീവിക്കുക, ഞാൻ പോവുകയാണ് ഇവിടെ നിന്ന്, ഞാൻ പോവുകയാണ്, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞിട്ട് വൈജയന്തി ബാഗൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ മാഡം പോവരുത്, ഒരിക്കലും ഇവിടെ നിന്ന് ഇറങ്ങി പോരുത്, ഞാൻ പൊക്കോളാം എന്ന് പറയുമ്പോൾ വേണ്ടടി നീയും നിൻ്റെ അച്ഛനും കൂടി ഇവിടെ താമസിക്കുക, നിങ്ങളിവിടെ രാജാവും രാജകുമാരിയും ഒക്കെ ആയിട്ട് താമസിക്കുക, എൻ്റെ മക്കളെ ഞാൻ കൊണ്ടുപോയിക്കോളാം, എനിക്കൊരു താമസ സ്ഥലം ഞാൻ സംഘടിപ്പിച്ചിട്ട് എൻ്റെ മക്കളെ ഞാൻ കൂട്ടിക്കൊണ്ട് പൊക്കോളാം, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് വൈജയ് ഇങ്ങനെ കാറിലേക്ക് പോവാട്ടോ. അപ്പോൾ അലീന പോവരുതെന്ന് പറയുന്നുണ്ടെങ്കിലും വൈജയ് അത് കേൾക്കുന്നില്ല. അലീന പെട്ടെന്ന് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ വാതിൽ തുറന്നേ, ഇതാ മാഡം പോവുകയാണെന്ന്. അപ്പം ബാലചന്ദ്രൻ വാതിൽ തുറന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ദേ മാഡം കാറിലേക്ക് കയറി പോവുകയാണ്, വീട് വിട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ പോവട്ടെ, പോയാൽ എവിടം വരെ പോകും, അവൾ പോകുന്നതും പോകാത്തതൊക്കെ അവളുടെ ഇഷ്ടം എന്ന് പറയുമ്പോൾ അച്ഛനൊന്ന് ചെന്ന് പറ, ഞാൻ പൊക്കോളാം അച്ഛാ, നിങ്ങളുടെ കുടുംബം തകർന്നു പോവല്ലേ എന്ന് പറയുമ്പോൾ ഇനി എങ്ങോട്ട് തകരാനാണ്, ഇതിലും പരം ഇനി എന്ത് തകരാനാണ് ഉള്ളത് എന്ന് പറയട്ടോ. ബാലചന്ദ്രൻ വൈജയെ വിളിക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ വൈജ ചെന്ന് കാറിൽ കയറുന്ന സമയത്ത് വീട്ടിലേക്കൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് നോക്കി പിന്നെ കാർ എടുത്തുകൊണ്ട് പോവാണ്. കാർ എടുത്തുകൊണ്ട് പോണ സമയത്ത് ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. വളരെ മെൻ്റലി ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് വൈജ കാർ ഓടിക്കുന്നത്. അങ്ങനെ കാർ ഓടിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാറ് ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ആ കാറ് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് വൈജയ്ക്ക് പെട്ടെന്ന് ബാലൻസ് പോവാണ്. കാറ് പെട്ടെന്ന് ബാലൻസ് തെറ്റിയിട്ട് ഒരു ബൈക്കിനെയൊക്കെ തട്ടി മറിച്ചിട്ട് കാറ് ഭയങ്കര സ്പീഡിലാണ് വൈജയന്തി കാർ ഓടിക്കുന്നത്. ആ ഒരു ദേഷ്യത്തിൽ ഭയങ്കര സ്പീഡിലാണ് ഓടിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിലും കാറ് ആകെ തകിടം മറിയട്ടോ. അങ്ങനെ വലിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. വൈജയന്തി അതിനകത്ത് പെട്ടുപോകണം. അതും രാത്രിയിലാണല്ലോ. നാട്ടുകാരൊക്കെ ഓടിക്കൂടുന്നുണ്ട്. പക്ഷെ ആർക്കും കാറിനടുത്തേക്കാണ്ട് പെട്ടെന്നാണ്ട് ചെല്ലാൻ പറ്റുന്നില്ല. കാറിനി ഏത് നിമിഷം വേണമെങ്കിലും ഇനി കാറ് കത്തുകയോ പൊട്ടിത്തെറിക്കുകയോ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളൊരു ഭയത്തിൽ ആൾക്കാർ ആദ്യം ഒന്ന് പകച്ചു നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് പോലീസ് വരുന്നു, ആംബുലൻസ് വരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ കാറിൽ നിന്ന് വെട്ടിപ്പൊളിച്ച് വൈജയന്തിയെ പുറത്തെടുക്കുന്നുണ്ട്. വൈജയന്തി ആണെങ്കിൽ ആകെ ഒരു മരിച്ചതുപോലുള്ള ഒരു അവസ്ഥയിലാട്ടോ. കാരണം ആകെ തളർന്ന് കിടക്കുകയാണ്, ബോധമില്ല. ഒരുപാട് മുറിവുകൾ പറ്റിയിട്ടുണ്ട്, ഫ്രാക്ചേഴ്സ് ഉണ്ട്, മുഖത്തും കയ്യിലും ഒക്കെ ആയിട്ട് ഭയങ്കര ഫ്രാക്ചേഴ്സ് ഉണ്ട്, മുറിവുകളൊക്കെ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ കയറ്റിയിട്ട് വൈജയന്തിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊന്നും ആരും അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ആരാണെന്നോ എന്താണെന്നോ ഇവരുടെ അഡ്രസ്സ് എന്താണെന്നോ ഒന്നും ആർക്കും അറിയത്തില്ലല്ലോ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയാത്തത് കാരണം ബാഗ് എടുത്ത് അതിന് ഒരു ബാഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ബാഗ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ വൈജയുടെ ID കാർഡ് കാണുകയാണ്. അതുപോലെ ബാങ്കിൻ്റെ ID കാർഡൊക്കെ ഉണ്ട്. അപ്പോൾ ആധാർ കാർഡ് കിട്ടുന്ന സമയത്ത് അതിൽ അഡ്രസ്സ് നോക്കുമ്പോൾ വൈജയന്തി എന്നും അപ്പോൾ വൈഫ് ഓഫ് ബാലചന്ദ്രൻ കടപ്പാട്ടൂർ നെടുമ്പുരയ്ക്കൽ ഹൗസ് എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പം അതിൽ അഡ്രസ്സ് വെച്ച് നോക്കുമ്പോൾ നെടുമ്പുരയ്ക്കൽ ജ്വല്ലേഴ്സിൻ്റെ വീടാണെന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ അങ്ങനെ ഫോൺ എടുത്തിട്ട് ബാലചന്ദ്രൻ്റെ നമ്പറിലേക്കാണ് വിളിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ ബാലചന്ദ്രൻ ആകെ ഷോക്കാവുകയാണ്. പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ മനുവിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. ആ സമയത്തൊക്കെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അപ്പോൾ അലീനയോടും പറയുന്നുണ്ട്, അലീന ഞാനും കൂടി വരട്ടേന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ, എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. മനുവും ചെല്ലുന്നുണ്ട്. അപ്പോൾ മനു ആണെങ്കിൽ ശിവേട്ടനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് വൈജയെ കാണാനൊന്നും പറ്റത്തില്ല. നേരെ അകത്തേക്ക് കയറ്റിയേക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ ഡോക്ടേഴ്സ് വന്ന് പറയുന്നുണ്ട്. കുറച്ച് സീരിയസ് ആണ്, ബ്ലഡ് വേണം, അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്.
എന്ന് പറയാണ്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് നോക്കുമ്പോൾ അവരുടേതൊന്നും സെയിം അല്ല. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് നമുക്ക് അലീനയുടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കാം എന്ന് പറയുമ്പോൾ അലീനയുടെ ബ്ലഡ് ഗ്രൂപ്പ് എങ്ങനെ സെയിം ആകും, എങ്ങനെ മാച്ച് ആകും എന്ന് പറയുമ്പോൾ വൈജയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് അലീനയ്ക്കും എന്ന് പറയാണ്. അങ്ങനെ അലീനയെ വിളിച്ചുകൊണ്ട് വരാൻ മനുവാണ് പോകുന്നത്. അങ്ങനെ മനു അലീനയും കൂട്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. വൈജയ്ക്ക് ബ്ലഡ് കൊടുക്കണം, വളരെ സീരിയസ് ആണ്. അപ്പം അലീന അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്, കാരണം അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കുകയാണല്ലോ. അപ്പോൾ അലീനയാണ് വൈജയന്തിക്ക് ബ്ലഡ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വൈജയന്തി ഇനി എന്താണ് വൈജയന്തിക്ക് സംഭവിച്ചത് എന്നുള്ളതും ഇനി അങ്ങോട്ടേക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് ഞാൻ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ പറഞ്ഞ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും വൈജയന്തിയുടെ ജീവൻ രക്ഷിക്കാൻ കാരണക്കാരിയാവുന്നത് അലീനയാണ്. അലീനയാണ് ബ്ലഡ് കൊടുക്കുന്നത്. പക്ഷേ മറ്റുള്ളവരൊക്കെ എന്താ പറയുക, വൈജയന്തിയുടെ ചേട്ടനാണെങ്കിലും ശിവേട്ടനാണെങ്കിലും കമലയാണെങ്കിലും ഒക്കെ ബാലചന്ദ്രനെ കുറ്റപ്പെടുത്തുകയാണ്. താൻ കാരണമാണ് എൻ്റെ പെങ്ങൾക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്, തന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട്. ഈ ഒരു നശിച്ചവളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് എൻ്റെ പെങ്ങളുടെ ജീവിതം തകർത്തത് താനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രനോട് വഴക്കിടുമ്പോൾ മനുവാണ് അവർക്കിടയിൽ കയറുന്നത്. ഇതൊരു ഹോസ്പിറ്റലാണ്, ഇവിടെ വെച്ചിട്ട് നിങ്ങളുടെ കയ്യാങ്കളി വേണ്ട എന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അലീനയാണ് വൈജയന്തിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, ഇങ്ങനെ ബ്ലഡ് കൊടുത്തിട്ട് കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല അലീനയുടെ പരിചരണത്തിലാണ് ഇനി വൈജയന്തി മുന്നോട്ട് പോകുന്നത് കേട്ടോ. പക്ഷെ അതിനൊക്കെ ശേഷം ആ സമയത്തൊക്കെ വേറെയും കുറേ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ശിവശങ്കരനാണെങ്കിൽ അലീനയോട് വലിയൊരു ക്രൂരത ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ ഉള്ളത് നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.